Good afternoon, all of you. Okay. Miss ഒന്നത് പാടാം. പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല ചുള്ളികളാൽ കൂടു ചമയ്ക്കാൻ പോകുന്നു. വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല പൂക്കളിലെ തേൻ നുകരാൻ പോകുന്നു. ചെറുനായേ ചെറുനായേ കളിയാടിയിടാൻ വരുമോ നീ, പാടില്ല യജമാന്റെ വാതിലു കാക്കാൻ പോകുന്നു. കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ നാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. അല്ലേ? എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. അനാവശ്യമായി അൺമ്യൂട്ട് ചെയ്യരുത്. ആവശ്യമുള്ള സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ കളിക്കുട്ടി എന്ന പാഠഭാഗത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു കുട്ടി മടിയനായിരുന്നു അല്ലേ അവൻ, എല്ലാവരെയും കളിക്കാൻ വിളിക്കുന്നു അല്ലേ. അപ്പൊ ആരോടൊക്കെയാ ചോദിച്ചത്? പൈങ്കിളിയോടും വണ്ടത്താനോടും ചെറുനായയോടും ചോദിച്ചു അല്ലേ. അപ്പോ എല്ലാവരും അവരവരെ ജോലിയില് മുഴുകിയിരിക്കായിരുന്നു അല്ലെ. അവരൊക്കെ അവരുടെ ജോലി ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി ഓരോരാളും അവരവരുടേതായ പ്രവർത്തികളിൽ മുഴുകാൻ വേണ്ടി നിൽക്കുവാണ് അല്ലെ. അതുകൊണ്ട് എന്ത് മനസ്സിലായി കളിക്കുട്ടിക്ക്? എല്ലാവരും അവരവരെ ജോലികൾ ഭംഗിയായി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യണം? എന്റെ ജോലി പഠിക്കാനുള്ളതാണ്, അപ്പൊ അത് നന്നായിട്ട് ചെയ്യണമെന്ന് കളിക്കുട്ടിക്ക് തോന്നിയല്ലേ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? നമ്മൾ ഈ കളിക്കുട്ടി എന്ന പാഠഭാഗത്തിൽ എന്താ നമുക്ക് ഉൾക്കൊണ്ട പാഠം? അപ്പോ പഠിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിക്കണം അല്ലെ. കളിക്കാനുള്ള സമയത്ത് മാത്രം നമ്മൾ കളിക്കാൻ പാടുള്ളൂ. മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണം അല്ലെ. അപ്പൊ എല്ലാ പൈങ്കിളിയും വണ്ടത്താനും ചെറുനായും ഒക്കെ അവരവരെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ കളിക്കുട്ടിക്കും തോന്നി. ഞാനും നാണിച്ച ചെറുപയ്യൻ എന്ത് ചെയ്തു? കളരിയിലേക്ക് പോയി അല്ലെ. കളിക്കാതെ കളരിയിലേക്ക് പോയി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ നല്ല പോലെ പാഠം? അപ്പൊ കുറച്ചു പേര് വായിക്കാനുണ്ട് അല്ലേ. അപ്പൊ അതിനു മുമ്പേ മിസ് ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ. ആഷിൻ എന്താടാ ആ ടേപ്പൻ? സ്വർണപക്ഷിയുടെ ക്വസ്റ്റ്യൻ ആൻസർ മിസ് തന്നല്ലോ, കണ്ടില്ലേ ആരും? എത്ര പേര് ഇത് എഴുതി? ആരും എഴുതിയില്ല? ക്രിസ്റ്റീസിൻഡോ എഴുതി അല്ലേ. ഓക്കെ. ശ്രീദേവ്, ക്രിസ്റ്റീസിൻഡോ, നെക്സ്റ്റ് സൂര്യദേവ് എഴുതിയോ? മിസ് എന്ത് പറ്റിയത്? ഗ്രൂപ്പിൽ മിസ് സെൻഡ് ചെയ്താണല്ലോ. നോക്കട്ടെ, ഞാൻ സെൻഡ് ചെയ്തതാ ഒന്നുകൂടി. പക്ഷെ നിങ്ങൾ ഓൺ ടൈമിൽ എഴുതിയെങ്കിലും തരുന്ന സമയത്ത് നിങ്ങൾ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്ന നോട്ട്സ് ആ സമയം തന്നെ നിങ്ങൾ അത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? ഗ്രൂപ്പിൽ ഓൾറെഡി ഒരുപാട് മെസ്സേജ് വരും. അപ്പൊ എന്ത് ചെയ്യും? അത് പിന്നെ നിങ്ങൾ കാണാതെ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ എല്ലാ സമയവും നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ഇടക്കിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ പാഠം കഴിഞ്ഞു കഴിഞ്ഞാല് മിസ് എന്തായാലും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തരുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ സ്വർണപക്ഷിയുടെ നോട്ട് ഇന്ന് ക്ലിയർ ചെയ്ത് എത്ര പേരുണ്ട്? ശ്രീദേവ് കൃഷ്ണ, ഓൺലി ശ്രീദേവ് ആണോ? കൃപ മേരി ചെയ്തിട്ടുണ്ട്, അൽന അഗസ്റ്റിൻ, ക്രിസ്റ്റി സിൻഡോ. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്തായാലും അത് എഴുതണം. ഓക്കെ. അപ്പൊ ഞാനത് സെൻഡ് ചെയ്ത് തരാം ഒന്നുകൂടി വേണമെങ്കിൽ. എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ അത് നമ്മുടെ പാഠം ഇനി അടുത്ത നമ്മുടെ സെമസ്റ്ററിൽ നമുക്ക് എക്സാമിന് അവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ളതാണ് വരിക. അപ്പൊ നിങ്ങൾ നിർബന്ധമായും അത് എഴുതിയിരിക്കണം. അപ്പോ സെമസ്റ്റർ 2 എഴുതി നിങ്ങൾ അവിടുന്ന് മുതലുള്ള ഭാഗം എഴുതുക കേട്ടോ. വേണമെങ്കിൽ ബുക്ക് മടക്കി വെക്കുക. അപ്പൊ സെമസ്റ്റർ 2 എഴുതുക. എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥം ഒക്കെ എഴുതണം കേട്ടോ. അപ്പൊ ഇന്നത്തേത് ശ്രദ്ധിക്കുക എല്ലാവരും. ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്തു എല്ലാവരും. പേജ് നമ്പർ 37 ആണ് മിസ് പറയുന്നത്. ഇപ്പോ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാ മക്കളെയും വായിപ്പിക്കാം. ഓക്കെ. ആദ്യത്തത് നമ്മളെ പഠന പ്രവർത്തനങ്ങളാണ്. അതില് ഈ കവിതയിലുള്ള വാക്കുകൾക്ക് പകരം വയ്ക്കാവുന്ന പദങ്ങൾ വൃത്തത്തിൽ കൊടുത്തിരിക്കുന്നു. അവ കണ്ടുപിടിച്ച് അത് അതിന്റെ നേരെ എഴുതുക. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. പൂവ് നമ്മുടെ ഈ
കോളത്തിൽ എന്തുണ്ട്? ഈ വൃത്തത്തിൽ എന്തുണ്ട്? എഴുതിക്കോ പുഷ്പം. നിങ്ങൾ അതിന് നേരെ പെൻസിലോണ്ട് നല്ല നീറ്റിൽ എഴുതിയ പുഷ്പം. എഴുതിയവരെന്നാ ഓക്കെ. എഴുതിക്കോ, ബാക്കിയുള്ള മക്കൾ എഴുതിക്കോ. പൂവ് പുഷ്പം. പുഷ്പം അതിൽ നോക്കി എഴുതിക്കോ. നെക്സ്റ്റ് എന്താണ്? കിളി. കിളി. കിളി എന്നുള്ളതിന് എന്താണ് അർത്ഥം അതിൽ തന്നിട്ടുള്ളത്? ചെറുപക്ഷി. ചെറുപക്ഷി എന്നുള്ളത് എഴുതിക്കോ. ചെറുപക്ഷി നോക്കി എഴുതണം, തെറ്റിക്കരുത്. തേർഡ് വൺ തേനാണ് അല്ലെ? തേൻ. തേൻ മധു. മധു എഴുതിക്കോ. മധു. മധുബം ഇല്ല, മധു. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണേ, അനാവശ്യമായി സൗണ്ട് വരും അല്ലെങ്കിൽ. അപ്പൊ തേൻ മധു. തേൻ മധു. നെക്സ്റ്റ് എന്താണ്? വണ്ട്. മധുബം. വണ്ട് എന്താണ് അതിലുള്ളത്? മധുബം. മധുബം വണ്ട്. മധുബം വണ്ട് എന്നുള്ളതിന് മധുബം എഴുതുക. നെക്സ്റ്റ് നായ്. നായ് ശ്വാനൻ. നായ് ശ്വാനൻ. എടുത്ത് വൃത്തി എഴുതണം, തെറ്റിക്കരുത്. അത് കഴിഞ്ഞ വേല. വേല ജോലി. വേല ജോലി. മിസ്. യെസ് മിസ്. അബ്ദുൽ ബാസിദ് ആണോ മിസ്സിനെ വിളിച്ചത് ഇപ്പോ? യെസ്. ഓക്കെ. എന്താണ് അബ്ദുൽ ബാസിദിന് ഡൗട്ട്? നായ. നായ് ശ്വാനൻ. കണ്ടിട്ടേ ശ്വാനൻ? 1 2 3 4 5 6 7 8. എട്ടാമത്തത് അതിലുണ്ട്, ശ്വാനൻ. കണ്ടോ? എഴുതി തരേണ്ടി വരുവോ? അത് നോക്കി എഴുതില്ലേ മക്കള്? നായ് ശ്വാനൻ. നെക്സ്റ്റ് വേല. വേല ജോലി. കണ്ടോ? ജോലി കണ്ടോ നിങ്ങള്? ജോലി ഏതാണ്? രണ്ടാമത്തത്. ബാലൻ. അടുത്തത് ജോലി എന്ന് കണ്ടോ? രണ്ടാമത്തതാണ്. അതിന് നോക്കി എഴുതേണ്ടത്. അബ്ദുൽ ബാസിദ് എഴുതിയോ? അബ്ദുൽ ബാസിദ് എഴുതിയോ മോനെ ഇതുവരെ? എഴുതി. ഓക്കെ. നെക്സ്റ്റ് നാണം അല്ലെ? നാണം ലജ്ജ. ലജ്ജ എന്നുള്ളതാണ് മൂന്നാമത്തത്. ആ വൃത്തത്തിലുള്ളത് മൂന്നാമത്തതാണ് ലജ്ജ. 1 2 3 മൂന്നാമതുള്ളതാണ് ലജ്ജ. അതെടുത്ത് അവിടെ എഴുതണം. ലജ്ജ ശ്രദ്ധിച്ചെഴുതണം. ജ ജ രഞ്ജ കൂട്ടക്ഷരാണ് ജ. ലജ്ജ. അടുത്തത് കളരി. കളരി പാഠശാല. ഓക്കെ. പാഠശാല എത്രാമതാ ഉള്ളത്? ഒമ്പതാമത്തത്. ഓക്കെ. അതില് ഒമ്പതാമത്തത്. ഓക്കെ. ഒമ്പതാമത്തതാണ് എടുത്ത് എഴുതേണ്ടത്. പാഠശാല. ചുള്ളി. നെക്സ്റ്റ് എന്താ? ചുള്ളി അല്ലെ? ഉണക്ക കൊമ്പിനാണ് ചുള്ളി എന്ന് പറയാ. ഉണക്ക കൊമ്പ് എത്രാമതാണുള്ളത്? 1 2 3 4 5 6 7. ഏഴാമത്തത് അല്ലെ? ഏഴാമത്തതാണ് ഉണക്ക കൊമ്പ് എന്നുള്ളത്. നോക്കിയിട്ട് എടുത്തേതാണ്. അതിനാണ് മിസ് എണ്ണം പറയുന്നത് ഇവിടെ. ഉണക്ക കൊമ്പ്. ഉണക്ക കമ്പ്. എഴുതിയോ? ഫിനിഷ് ആയോ എല്ലാ മക്കൾക്കും? നിഹാൽ എഴുതിയോ? നിഹാലേ
എല്ലാം എഴുതി മിസ്. ഓക്കെ ഓക്കെ, പറഞ്ഞോണ്ടിരിക്കുന്ന മ്യൂട്ട് സൗണ്ട് വരും ഒരുപാട്. എഴുതിയ മക്കൾ അവിടെ ഇരിക്കുക ഉണ്ടാതെ. നെക്സ്റ്റ് കളി. കളി കേളി. കേളി. പാഠശാല നിലയിൽ താഴെ എഴുതാണ് കേളി. ഓക്കെ, കേളി. കേളി. ഏതാ പറയണ്ടേ? ഒന്നുകൂടി പറയാ, ഇത് മൊത്തം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ പറയും. നെക്സ്റ്റ് പയ്യൻ ബാലൻ. പയ്യൻ ബാലൻ. ബാലൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നാമത്തത് അതിലുള്ളത്, വൃത്തത്തിലുള്ള ഒന്നാമത്തത് ബാലൻ. അപ്പൊ ഒന്നുകൂടി അർത്ഥം പറയാ. പൂവ് പുഷ്പം, കിളി ചെറുപക്ഷി, തേൻ മധു, നായി സൗണ്ട് നായ് ശ്വാനൻ, വേല ജോലി, നാണം ലജ്ജ, കളരി പാഠശാല, ചുള്ളി ഉണക്കക്കമ്പ്. നെക്സ്റ്റ് പയ്യൻ ബാലൻ. പയ്യൻ ബാലൻ. മീൻസ് അതിനു മുമ്പ് ഒരു ചുള്ളി ചുള്ളിയാ? അതിന്റെ മുമ്പ് ഒരു കളി എന്ന് പറഞ്ഞൊരു വേർഡും കൂടി ഉണ്ടല്ലോ. കളരിയല്ലേ? കളി കേളി. കളി കേളി ട്ടോ, കളി കേളി. അപ്പൊ അത്ര എഴുതിയോ നിങ്ങൾ എല്ലാരും? നെക്സ്റ്റ് പോയിക്കോട്ടെ. ആർക്കാണോ? ആർക്കാണ് മോളെ റേഞ്ച് പ്രോബ്ലം? ആൻഡ്രോസ് ആണോ? ആൻഡ്രോസെ മിസ് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കണം, എല്ലാവരും മിണ്ടാതിരിക്കണേ. ഓക്കെ. പൂവ് പുഷ്പം, കിളി ചെറുപക്ഷി, തേൻ മധു, വണ്ട് മധുപം, നായ് ശ്വാനൻ, വേല ജോലി, നാണം ലജ്ജ, കളരി പാഠശാല, ചുള്ളി ഉണക്കക്കമ്പ്, കളി കേളി, പയ്യൻ ബാലൻ. ആൻഡ്രോസ് എഴുതിയോ? ആൻഡ്രോസേ എഴുതിയ മക്കളെ എല്ലാവരും? ഓക്കെ, എല്ലാവർക്കും ഫിനിഷ് ആയോ? ഒരു തമ്പ് കാണിച്ചേ മക്കളെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പൂരിപ്പിച്ച് എഴുതാം എന്നാണ്. തേൻ ഡേഷ് പോകുന്നു. തേൻ ഡേഷ് പോകുന്നു. മിസ് ചോദിക്കുന്നവർ പറഞ്ഞാ മതി. എന്താണ് ദേവപ്രിയ അവിടെ വരുക? തേൻ. ദേവപ്രിയ പ്ലീസ്. തേൻ നുകരാൻ. ഓക്കെ, നുകരാൻ. തേൻ നുകരാൻ പോകുന്നു എന്നാണ് വേണ്ടത്. അപ്പൊ നുകരാൻ എഴുതാ അറിയോ? എഴുതിക്കോ അവിടെ. നുകരാൻ. നുകരാൻ എങ്ങനെ എഴുതുക? ഞാ എഴുതുക, എന്നിട്ട് ഊച്ചിന്നിടുക, ക രാ സോറി രാ ഇൻ. നുകരാൻ എഴുതാൻ അറിയാത്ത മക്കൾക്ക് വേണ്ടി എഴുതിയത്. നുകരാൻ എഴുതിക്കോ, നുകരാൻ. നെക്സ്റ്റ് എന്താണ്? കൂട് അല്ലെ? കൂട്. എന്താ ഫാത്തിമ മെഹഫൂസ? കൂട് ചമയ്ക്കാൻ. ചമയ്ക്കാൻ. കൂട് ചമയ്ക്കാൻ. ടെക്സ്റ്റ് ബുക്കിലുണ്ടോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് ബുക്കിലുണ്ട് മിസ്. ആ വേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈൻ അവിടെ ഉള്ളത്. പാഠത്തിലല്ലേ?
ഓക്കെ. അപ്പൊ അതെ പാഠത്തിലുണ്ട്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? കൂട് ചമയ്ക്കാൻ അല്ലെ? കൂട് ചമയ്ക്കാൻ. ചമയ്ക്കുക എന്ന് എഴുതാൻ അറിയുമല്ലോ നിങ്ങൾക്ക്. അവിടെ നോക്കി ചെയ്തോ. ചെരിഞ്ഞു പോകുന്നല്ലോ. ക്രിസ്റ്റി സിൻഡോ ഇവിടെ വരക്കരുത് മോനെ. ചമയ്ക്കാൻ. ചമയ്ക്കാൻ. ഇൻ. അപ്പൊ ചമയ്ക്കാൻ എഴുതിയോ എല്ലാവരും? ദേവാഞ്ജന ചമയ്ക്കാൻ എഴുതി അല്ലേ? ആൻഡ്രോസ് എല്ലാം ബോർഡ് സ്ക്രീൻ ഷെയറിൽ ടച്ച് ചെയ്യില്ലേ? ഓക്കെ. അപ്പൊ ചമയ്ക്കാൻ അല്ലെ? നെക്സ്റ്റ് വാതിൽ അല്ലെ? വാതിൽ എന്താ ദേവാഞ്ജന? വാതിൽ കാക്കാൻ പോകുന്നു. വാതിൽ കാക്കാൻ പോകുന്നു. ഓക്കെ. കാക്കാൻ എഴുതിക്കോ. ഈ പഴയ ബുക്കിലെല്ലാം എഴുതിയത് ഓൾറെഡി ഉണ്ട് തോന്നുന്നു അല്ലെ? കാക്കാൻ. ഓക്കെ. കാക്കാൻ. വാതിൽ കാക്കാൻ പോകുന്നു. മനസ്സിലായോ? അത് മൂന്നും കംപ്ലീറ്റ് ആയോ? കൃപ, ഷെഫി, അബ്ദുൽ ബാസിദേ വീഡിയോ ഓഫ് ചെയ്യരുത്. ശ്രീദേവ് കൃഷ്ണ ആയോ? ആരോൺ, അൽന അഗസ്റ്റിൻ, മുഹമ്മദ് നിഹാലെ കംപ്ലീറ്റ് ആയില്ലേ എല്ലാവർക്കും? ക്രിസ്റ്റീസിൻഡോ. അപ്പോ അത് മൂന്നും കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പൊ നെക്സ്റ്റ് വായിക്കാം നമുക്ക്. എന്താണ്? വാക്ക് ചുരുക്കാമോ അല്ലെ? അതാണ് ചോദ്യം. എന്താണ് വാക്ക് ചുരുക്കാമോ? ഓക്കെ. വാക്ക് ചുരുക്കാമോ എന്നുള്ളത് എന്താണ്? കളിയാതെ അല്ലെ? എങ്ങനെയാണ്? അല്ല, കളിക്കാതെ എന്നുള്ളത് എന്താ വരുക? കളിയാതെ അല്ലെ? അതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളതും ചെയ്യണം. അപ്പൊ യജമാനന്റെ എന്താ വരുക അൽന? യജമാന്റെ. യജമാനന്റെ എന്നുള്ളത് യജമാന്റെ എന്ന് വേണം. എഴുതരണോ അത്? നിങ്ങൾ എഴുതുവോ? യെസ്. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദേവാഞ്ജന വീഡിയോ ഓൺ ചെയ്തേ മോളെ. അപ്പോ യജമാനന്റെ എന്നുള്ളത് യജമാന്റെ. യജമാനന്റെ എന്നുള്ളത് യജമാന്റെ. യജമാന്റെ എഴുതുക. ഓക്കെ. എഴുതാൻ അറിയുന്നില്ലേ? നിഹാല എഴുതിയ മോനെ? തെറ്റിക്കരുതേ, തെറ്റിക്കാതെ എഴുതണം. ഓക്കെ. ആരോൺ എഴുതിയല്ലേ? മുഹമ്മദ് ഷംബീലെ, ദേവപ്രിയ എല്ലാം വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. അപ്പൊ യജമാനന്റെ എന്നുള്ളത് യജമാന്റെ. തെറ്റിക്കാതെ എഴുതണേ. യജമാന്റെ. നെക്സ്റ്റ് എന്താ മൂന്നാമത്തത്? കാക്കുന്നതിന് അല്ലെ? കാക്കുന്നതിന് എന്താ വരുക? കാക്കുന്നതിന് എന്നുള്ളത് നിഹാലെ എന്താ വരൂ? നിഹാലെ കാക്കുന്നതിന് എന്നുള്ളത് എന്താണ് വരുക? വാക്ക് ചുരുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ചുരുക്കി എങ്ങനെ പറയാം? അല്ലല്ല. കളിക്കാതെ കളിയാതെ നമ്മളെ പാഠത്തിൽ ഉപയോഗിച്ച വരിയാണ് ചോദിക്കുന്നത്, വാക്കാണ് ചോദിക്കുന്നത്. അപ്പൊ കാക്കുന്നതിന് എന്താ പറഞ്ഞിനി? ചെറുനായെ കളിയിടാൻ വരുമോ? കാക്കാൻ. ഓക്കെ. കാക്കാൻ എഴുതിക്കോ. കാക്കാൻ. കാക്കുന്നതിന് കാക്കാൻ. കാക്കുന്നതിന് കാക്കാൻ. എഴുതാൻ അറിയില്ലേ മക്കളെ എല്ലാവർക്കും? നെക്സ്റ്റ് നുകരുവാൻ. നുകരുവാൻ എന്നുള്ളത് എന്താണ് നമ്മുടെ പാഠത്തിൽ ഉപയോഗിച്ചേ? എന്താ ഉപയോഗിച്ചേ കൃപാമേരി?
നുകരാൻ. നുകരാൻ. എഴുതിക്കോ. എബിൻ എഴുതുന്നില്ലേ മോനെ? എബിൻ നുകരാൻ. നു നാ ഇടുക, ഊച്ചിനിടുക, കാ ഇടുക, രാ ഇൻ. നുകരാൻ. നുകരാൻ എഴുതുക. നെക്സ്റ്റ് എന്താണ്? കളിയാടിയിടാൻ. എങ്ങനെയാ വരുക എബിൻ? കളിയാടിയിടാൻ. എബിൻ ബിജു, കളിയാടിയിടാൻ എന്നുള്ളത് എങ്ങനെയാ വരുക വാക്ക് ചുരുക്കുമ്പോ? എബിൻ ബിജു പ്ലീസ് അൺമ്യൂട്ട്. കളിയാടാൻ. ഓക്കെ, കളിയാടാൻ. കളിയാടിയിടാൻ എന്നുള്ളത് കളിയാടാൻ. കളിയാടിയിടാൻ എന്നുള്ളത് കളിയാടാൻ അല്ലേ? അപ്പൊ അതുവരെ കംപ്ലീറ്റ് ആയോ മക്കളെ? നെക്സ്റ്റ് നാലാമത്തെ എന്താണ് പ്രവർത്തനം നമ്മുടെ? ചേർത്ത് എഴുതുക അല്ലെ? ചേർത്ത് എഴുതുക. എങ്ങനെ ചേർത്ത് എഴുതും? കളി പ്ലസ് കുട്ടി, കളിക്കുട്ടി അല്ലെ? കളി പ്ലസ് കുട്ടി, കളിക്കുട്ടി. നെക്സ്റ്റ് കളിയാട്ടം അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും ശ്രീദേവേ? കളി പ്ലസ് ആട്ടം, കളിയാട്ടം. ദേവാഞ്ജന കംപ്ലീറ്റ് എഴുതി അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, കളിയാട്ടം എന്നുള്ളത് കളി പ്ലസ് ആട്ടം. എഴുതിയോ? ആ ഡേഷിലെടുത്ത് കളി പ്ലസ് ആട്ടം എഴുതണം. നെക്സ്റ്റ് എന്താണ്? ചേർച്ചയുള്ളത് അഞ്ചാമത്തത്. അടുത്ത പേജ് നമ്പർ 38. എടുത്തോ, എല്ലാവരും ശ്രദ്ധിച്ചോ. ചേർച്ചയുള്ളത് തിരഞ്ഞെടുക്കാം. കളിച്ചു രസിക്കൽ. പയ്യൻ യജമാനൻ. ആരാണ് കളിച്ചു രസിക്കല്? സൂര്യദേവേ. സൂര്യദേവ് പ്ലീസ് അൺമ്യൂട്ട്. കളിച്ചു രസിക്കൽ പയ്യനാണോ യജമാനാണോ? പയ്യൻ. പയ്യൻ എടുത്ത് അവിടെ എഴുത്. ഡാഷിലെടുത്ത് പയ്യൻ എഴുത്. പയ്യൻ. നെക്സ്റ്റ് വാതിൽ കാവൽ. നായ്ക്കുട്ടി, പൈങ്കിളി. ഏതാണ് വരുക ആഷിൻ? നായ്ക്കുട്ടി. ഓക്കെ, നായ്ക്കുട്ടി. അത് അവിടുത്തെ എടുത്തെഴുതിക്കോ. നായ്ക്കുട്ടി. നെക്സ്റ്റ് കൂടുണ്ടാക്കൽ. കൂടുണ്ടാക്കൽ ആരാണ്? കൂടുണ്ടാക്കൽ അബ്ദുൽ ബാസിത്തെ പൈങ്കിളിയാണോ പയ്യനാണോ? അബ്ദുൽ ബാസിത്ത് ആരാ കൂടുണ്ടാക്കൽ? പൈങ്കിളി. 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 പയ്യനല്ല കൂടുണ്ടാക്കല്. കൂടുണ്ടാക്കൽ പൈങ്കിളി അല്ലേ? പൈങ്കിളി പറഞ്ഞേ. ഓക്കെ ഓക്കെ, പൈങ്കിളി എഴുതിക്കോ. പൈങ്കിളി. നെക്സ്റ്റ് തേൻ ശേഖരിക്കൽ. തേൻ ശേഖരിക്കല് ആരാണ്? മുഹമ്മദ് ഷംബീലെ. ഷംബീൽ പ്ലീസ് അൺമ്യൂട്ട്. തേൻ ശേഖരിക്കൽ പൈങ്കിളിയാണോ വണ്ടത്താനാണോ? വണ്ടത്താൻ. ഓക്കെ, എഴുതിക്കോ. വണ്ടത്താൻ. ഓക്കെ, ഫിനിഷ് ആയോ ദേവഞ്ജന? ഗുഡ്. ഓക്കെ, എല്ലാരും നല്ല വൃത്തി നീറ്റിൽ എഴുതണേ മക്കളെ ടെക്സ്റ്റില്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ മിസ് പറഞ്ഞതൊക്കെ നമ്മൾ നോട്ടിലേക്ക് എഴുതണം. എങ്ങനെ? പാഠം 9 കളിക്കുട്ടീനെ ഹെഡിങ് എഴുതിയിട്ട് അർത്ഥം എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എഴുതുക. അത് കഴിഞ്ഞ് പൂരിപ്പിക്കുക പറഞ്ഞിട്ട് അത് എഴുതുക. നെക്സ്റ്റ് വാക്ക് ചുരുക്കാമോ എന്ന് ചുരുക്കുക എന്ന് പറഞ്ഞാൽ അത് എഴുതുക. ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞ് താഴത്തെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പറയുന്ന ഏതാ? ചേർച്ചയുള്ളത് തിരഞ്ഞെടുക്കാം. ഓക്കെ, അതിന് താഴെ മുള്ളത് നോട്ടിൽ എഴുതണമെന്നില്ല. അങ്ങനെ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സ്വർണ്ണ പക്ഷിയുടെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാത്ത മക്കൾ ഇന്ന് നിർബന്ധമായി എഴുതുക. ഇതും എഴുതുക. എന്റെ മിസ്സിനെ അതിന്റെ ഹോംവർക്ക് അയച്ചു തരുക. ഓക്കെ ഓക്കെ, ഗുഡ്.
ദേവാഞ്ജന കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ മക്കളും ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ചെയ്യണം. മിസ് നോക്കൂ, എപ്പോഴും ഞാൻ നിങ്ങളെ നോട്ട് ഇതുവരെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വീട്ടിലും എന്തായാലും നോക്കും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിക്കണം. അപ്പൊ നമ്മൾ 5ാമത്തെ വരെയുള്ള പഠന പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു അല്ലെ? അവിടെ ഇങ്ങോട്ടുള്ളതാണ് എനിക്ക് പറയേണ്ടത്. ആര് പറഞ്ഞു 6ാമത്തത് അല്ലെ? ആര് പറഞ്ഞു എന്നുള്ളത്. അതിൽ ഒന്ന് ഡേഷ് അല്ലെ? ആദ്യ ഡേഷ് എവിടെയുണ്ട്? വരാൻ പറ്റില്ല, ഞാൻ പൂന്തേൻ നുകരാൻ പോവുകയാണ്. ആരാ അങ്ങനെ പറഞ്ഞത്? വരാൻ പറ്റില്ല, ഞാൻ പൂന്തേൻ നുകരാൻ പോവുകയാണെന്ന് പറഞ്ഞത് ആരാ? ആരാണ്? ആൻഡ്രോസ് പോയോ? ആരോൺ കെ അജിത്ത് എന്ന് പറഞ്ഞു മോനെ. അവിടെ ആരെയാണ് നമ്മൾ ചേർക്കേണ്ടത്? ആരോണേ? വണ്ട്. ഓക്കെ, വണ്ട് അവിടെ എഴുതിക്കോ. ആ ഡേഷിലെടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ, വണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്താ പറയുന്നത്? ഡേഷ്. എന്താ അവർ പറയുന്നത്? വയ്യല്ലോ, എനിക്കൊരു കൂടുണ്ടാക്കാൻ ചുള്ളിക്കമ്പുകൾ പെറുക്കുന്ന പണിയുണ്ട്. ആരാ പറയുന്നത്? ക്രിസ്റ്റി സിൻഡോ. ആരാ പറയുന്ന മോനെ അത്? ക്രിസ്റ്റി സിൻഡോ. പൈങ്കിളി. അപ്പൊ രണ്ടാമത്തെ ആൻസർ പൈങ്കിളി എഴുതണം ഡേഷിലെടുത്ത് അല്ലേ? മൂന്നാമത്തെ എന്താണ്? അയ്യയ്യോ, അത് പാടില്ല, മുതലാളിയുടെ വീട്ട് വാതിൽക്കൽ കാവൽ നിൽക്കുന്ന ജോലിയുണ്ട്. അതാരാ പറയുന്നത്? അതാരാ? ആൻഡ്രോസ്. ആൻഡ്രോസ് പ്രിൻസേ, അവിടെ ആരെയാ എഴുതേണ്ടത്? ആൻഡ്രോസ്. ആൻഡ്രോസിന്റെ വീടേയില്ലേ? ഷെഫി. ഷെഫി നായ്ക്കുട്ടി അല്ലെ? നായ്ക്കുട്ടിയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കവിത നിങ്ങൾക്ക് അഭിനയിക്കാം. മുകളിലുള്ളതുപോലെ സംഭാഷണങ്ങൾ എഴുതി ചേർക്കാം അല്ലെ? നമുക്ക് അഭിനയിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര പേരെ കംപ്ലീറ്റ് ചെയ്തോ മക്കളെ? നോക്കട്ടെ, എത്ര പേര് കംപ്ലീറ്റ് ചെയ്യും? ഞാനെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി എല്ലാവർക്കും? എഴുതാതെ ഒന്നും വെച്ചേക്കരുതേ, എല്ലാം എഴുതണം, കൃത്യമായി എഴുതണം. ഓക്കെ, ഗുഡ്. അപ്പൊ ഫുള്ളും ഫിനിഷ് ആയി അല്ലേ? അപ്പൊ അടുത്ത എന്താ? 7ാമത്തത് കവിതയിലുള്ള പദം എഴുതാം. അടുത്ത ദിവസം നിങ്ങൾക്ക് വായിക്കാനുള്ള അവസരം മിസ് തരും കേട്ടോ, മിസ്സിന് ഓർമ്മയുണ്ട്. അപ്പോ കവിതയിലുള്ള പദം എഴുതാം. ചുള്ളികൾ കൊണ്ട് എന്നുള്ളതിന് എന്താണ് കവിതയിലുള്ള പദങ്ങള്? എന്താണ് ദേവാഞ്ജന? ചുള്ളികളാൽ അല്ലെ? ചുള്ളികളാൽ അത് എഴുതണം അവിടെ. ചുള്ളികളാൽ. ചുള്ളികൾ കൊണ്ട് എന്നുള്ളതിന് നേരെ എന്താണ്? ചുള്ളികളാൽ. കാക്കുന്നതിന് വേണ്ടി. കാക്കുന്നതിന് വേണ്ടി എന്നുള്ളതിന് എന്താണ് വേണ്ടത്? സൂര്യദേവനം പോയോ? ശ്രീദേവനം. അപ്പൊ കാക്കുന്നതിന് വേണ്ടി എന്താണ് കൃപ? കാക്കുന്നതിന് വേണ്ടി കാക്കാൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വേല ചെയ്യുന്നതിന്. വേല ചെയ്യുന്നതിന്. വേല ചെയ്യുന്നതിന് വേലയ്ക്കായി അല്ലേ ഷെഫി? അല്ലെ ഷെഫി? വേലയ്ക്കായി. അപ്പൊ കൂടുണ്ടാക്കുവാൻ എന്താ പറഞ്ഞത് നമ്മള്? എന്താണ് കൂടുണ്ടാക്കാനുള്ളത്? എന്താ? കൂട് കൂട്ടാൻ. കൂട് ചമയ്ക്കാൻ. ചമയ്ക്കുകയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? ചമയ്ക്കാൻ. കൂടു ചമയ്ക്കാൻ. ഓക്കെ, അപ്പൊ അതുവരെ കംപ്ലീറ്റ് ആയി. അപ്പൊ 7ാമത്തെ പഠന പ്രവർത്തനങ്ങൾ വരെയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ഉണ്ടാവണം. 5 വരെയുള്ളത് കംപ്ലീറ്റ് നമ്മൾ നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, നോക്കി എഴുതൂലേ മക്കളെ?
അതുപോലെ സ്വർണ്ണപക്ഷിയിലത് ആർക്കൊക്കെയോ വേണം അല്ലെ? അപ്പൊ ഒന്ന് മിസ് സെൻഡ് ചെയ്യാം, നോക്കിയിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? എഴുതിയെടുക്കണം. ഓക്കെ, ഫാത്തിമ എഴുതിയോ സ്വർണ്ണപക്ഷി എന്നുള്ളത്? എഴുതിയല്ലേ? അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം കേട്ടോ പാഠം. ഓക്കെ, അപ്പൊ അടുത്തത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ബൈ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് നല്ല പോലെ വായിക്കണം പാഠം കേട്ടോ. അതുപോലെ ഇന്നത്തെ ഏതൊക്കെ അർത്ഥവും എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? അർത്ഥം, പിന്നെന്താണ്? പൂരിപ്പിച്ചെഴുതുക എന്നുള്ളത് എഴുതണം. വാക്ക് ചുരുക്കാമോ എന്നുള്ളത് എഴുതണം. പിന്നെ വരുന്ന എന്താണ്? ചേർത്ത് എഴുതുക, ചേർച്ചയുള്ളത് തിരഞ്ഞെടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, ബൈ. Okay, see you in the next class. Bye.